ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മൊബൈൽ പ്രോഡക്റ്റിന് സീരിയൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്, അല്ലെ IMEI നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഫസ്റ്റ് പർച്ചേസ് എൻട്രി ഓപ്പൺ ചെയ്യുക, സപ്ലയറിനെ സെലക്ട് ചെയ്യുക, ദെൻ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്യുക, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ പ്രൊഡക്റ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ന്യൂ പ്രൊഡക്റ്റിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാണ്. സാംസങ് ഗാലക്സി. ജനറൽ കാറ്റഗറിയിലാണ് സെലക്ട് ചെയ്യുന്നത്. സബ് കാറ്റഗറിയും ജനറൽ തന്നെ കൊടുക്കുവാണ്. പർച്ചേസ് പ്രൈസ് കൊടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് 5 കൊടുക്കുവാണ്. MRP കൊടുത്തു. റീറ്റെയിൽ പ്രൈസ് കൊടുത്തു. ഹോൾസെയിൽ പ്രൈസ് കൊടുത്തു. ഇൻസെർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് 5 ക്വാണ്ടിറ്റി ഉണ്ട്. 5 സീരിയൽ നമ്പർ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ സീരിയൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ സീരിയൽ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓരോരോ സീരിയൽ നമ്പർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 111 333 455. ഓക്കെ, അതിനുശേഷം സീരിയൽ സെറ്റിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും സീരിയൽ ആഡ് ചെയ്തു. ദെൻ സേവ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിൽ പാനൽ വന്നു. സെയിൽ പാനലിൽ വന്നിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. സാംസങ്. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര സീരിയൽ നമ്പർ ഉണ്ടോ അത് അവൈലബിൾ ആവും. കസ്റ്റമറിന് ഏത് സീരിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റാണോ നമ്മൾ വിളിക്കുന്നത് ആ സീരിയൽ നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ക്വിക്ക് പേ ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ബില്ല് വരും കേട്ടോ. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ബില്ലിൽ ഇവിടെ ആ ഒരു സീരിയൽ നമ്പർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.